സ്വർണ്ണപ്പാളി വിവാദത്തിൽ വിവാദ സ്പോൺസറിൽ നിന്ന് ഇന്നും ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി. ഷഫീദ് റാവുത്തർ. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങളുമായുള്ളത്. മനീഷ്, കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്. ചില കാര്യങ്ങളിലൊക്കെ വ്യക്തത നേടാനുണ്ട്. ഇന്നലെ നൽകിയ മൊഴികളിലൊക്കെ ചിലത് അവ്യക്തമായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതുമാണ്. ഇന്നും എന്താണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ദേവസ്വം വിജിലൻസ്? സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില സംശയങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ബാക്കി. അനുജ, ഇന്നലെ 4 മണിക്കൂറോളം സമയമാണ് ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തത്. അതിലൊക്കെ തന്നെ നിലവിൽ മറുപടി നൽകാനും ഒപ്പം തന്നെ അതിന് ഇടവേളകളൊക്കെ തന്നെ നൽകിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവസരം നൽകിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മൊഴികൾ പുറത്തു വന്നിരുന്നു. ഇനി അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് നിലവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാനപ്പെട്ട വാദം തനിക്ക് ലഭിച്ചത് 2019 ലഭിച്ചത് ചെമ്പുപാളിയാണ്, മഹർസലം ചെമ്പുപാളിയാണ്, അത്തരം രേഖകൾ തന്റെ പക്കലുണ്ട് എന്ന കാര്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ബാംഗ്ലൂരിലോ ചെന്നൈയിലോ കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കാൻ പാടില്ല എന്നൊരു നിബന്ധന തന്റെ മുൻപിൽ വെച്ചിരുന്നില്ല എന്ന കാര്യമാണ് ഇയാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നലെ ചോദ്യമുണ്ടായത്. ഇനി ഇത് സംബന്ധിച്ച് ഈ സ്വർണ്ണ കവാടം അല്ലെങ്കിൽ തങ്ക കവാടം അത് ജയറാം അടക്കമുള്ള പ്രധാനപ്പെട്ട ഉന്നതർക്ക് മുന്നിൽ അത് പ്രദർശിപ്പിക്കുകയും അത് ഒരു പർട്ടി മാർക്കറ്റിംഗ് ഐറ്റമായി വെക്കുകയും ചെയ്തിരുന്നു. അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ഒപ്പം തന്നെ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ഏകദേശം 30 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ, പ്രത്യേകിച്ചും ക്രയവിക്രയങ്ങൾ, ഈ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ, ഒപ്പം തന്നെ പലിശ ഇനത്തിലുള്ള കാര്യങ്ങൾ, പലിശ ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ കൂടി പങ്കുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കും ഇത്തരത്തിൽ ഈ ഇങ്ങനെയുള്ള സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി സ്വർണ്ണം പൂശുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ കമ്പനി വ്യക്തമാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില സഹായികൾ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നിന്നാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം തന്നെ വാസുദേവൻ പോറ്റി, അതായത് നേരത്തെ കോട്ടയത്ത് വെച്ച് ഈ സ്വർണം നൽകിയിരുന്നു എന്ന് പറഞ്ഞ സ്വർണ്ണ പീഠം കൈമാറി എന്ന് പറഞ്ഞിരുന്ന വാസുദേവൻ പോറ്റിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആ ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ ഉണ്ടാവുമോ ഷഫീദ്? ഇപ്പോൾ ഈ വാസുദേവൻ ആണ് ഈ പീഠത്തിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞത് എന്ന തരത്തിലേക്കൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് വിവരം പുറത്തു വന്നത്. അപ്പോൾ വാസുദേവനെ ഉൾപ്പെടെ മറ്റു ചിലരെയൊക്കെ ഇതിലേക്ക് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നതാണ്. ഒപ്പം എങ്ങനെയാണ് ഇയാൾ സ്പോൺസറായി മാറിയത് എന്നതിലൊക്കെ സംശയങ്ങളില്ലേ? അനുജ, ഉറപ്പായിട്ടും അതിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യം ചെയ്യൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസ് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകൾ, പ്രത്യേകിച്ച് 2019 അദ്ദേഹം അത് കൊണ്ടുപോയി വൈകിയ കാര്യങ്ങൾ അതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളെക്കുറിച്ചും ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വിവരം ശേഖരിച്ചിരുന്നു. അപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആവർത്തിച്ച് പറഞ്ഞത് ദേവസ്വം ഉത്തരവിന് അപ്പുറത്തേക്ക് താൻ മറ്റൊന്നും ചെയ്തില്ല, ദേവസ്വം മാനുവലിനെ കുറിച്ച് തനിക്കറിയില്ലായിരുന്നു, കാലതാമസം ഉണ്ടായതടക്കം നോർമലി അത് സ്വാഭാവികമായി സംഭവിച്ച കാലതാമസമാണ്, ചെമ്പുപാളി അത് കൃത്യമായി തന്നെ കമ്പനികളിൽ എത്തിച്ച് തിരിച്ച് സ്വർണം പൂശി തിരികെ എത്തിക്കുന്ന കാര്യം മാത്രമാണ് തൻ്റെ ഭാഗത്ത് നിന്നുണ്ടായെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതിലേറ്റവും പ്രധാനം കോടിക്കണക്കിന് രൂപയുടെ പണപ്പിരിവടക്കം ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം ദേവസ്വം വിജിലൻസിനുണ്ട്. അതിൽ 2 കാര്യങ്ങൾ. അതിലൊന്ന്, ഈ സ്വർണ്ണപ്പാളി ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലും മറ്റൊരു സംസ്ഥാനത്തും അടക്കം കൊണ്ടെത്തിച്ച് പ്രദർശിപ്പിച്ചതിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടോ? രണ്ടാമത്തെ കാര്യം, തങ്കവാതിൽ ഘോഷയാത്ര നടത്തിയതിലടക്കം ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ? ഇന്നലെ ഈ സ്വർണ്ണപ്പാളി പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ നഷ്ടമായി എന്നല്ലാതെ തനിക്ക് ഏതെങ്കിലും തരത്തിൽ പണം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിൽ ദേവസ്വം വിജിലൻസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. മാത്രമല്ല, ഈ തങ്കവാതിൽ ഘോഷയാത്ര അത് ആരംഭിച്ചത് കോട്ടയം പള്ളിക്കത്തോട് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ആരംഭിച്ച ആ യാത്ര കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ സംഭാവനകൾ സ്വീകരിച്ചതിലടക്കം ചില സംശയങ്ങൾ ദേവസ്വം വിജിലൻസിനുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. മാത്രവുമല്ല, 2023 ദേവസ്വം ബോർഡ് ഇടപെട്ട് അവസാനിപ്പിച്ച ഈ നെയ്ത്തേങ്ങ അത് ട്രാക്ടറിൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിച്ച അഭിഷേകം ചെയ്തതിലടക്കം അത് വലിയ തോതിലാണ് അഭിഷേകം ചെയ്തത്. അതിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ, പണം സ്വീകരിച്ചിട്ടുണ്ടോ എന്നീ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിലായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ. ഇന്നത്തെ ചോദ്യം ചെയ്യലും മണിക്കൂറുകൾ നീളും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അതിനെ സ്വർണ്ണപ്പീഠമാണ് ആദ്യം ഒരു പരാതിയായിട്ടൊക്കെ പിന്നീട് വരുന്നത്. അപ്പോൾ
സ്വാഭാവികമായും ആ വിഷയത്തിൽ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നൊരു കാര്യം, അത് ഈ വാസുദേവനാണ്, കോട്ടയം സ്വദേശിയായിട്ടുള്ള വാസുദേവനാണ് തന്നോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ വാസുദേവനെ ചോദ്യം ചെയ്യണമെന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേതാകട്ടെ, സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ചില കണ്ടെത്തൽ ദേവസ്വം വിജിലൻസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ഏത് കാലത്ത് എങ്ങനെ ആരെയൊക്കെ ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ടേബിൾ അതിന്ന് ദേവസ്വം വിജിലൻസ് ഉണ്ടാക്കുകയും ചെയ്യും. ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നും ചോദ്യം ചെയ്യുകയാണ്. ഒപ്പം വാസുദേവൻ എന്ന സഹായി മറ്റ് ആരെയൊക്കെ ചോദ്യം ചെയ്യണം എന്നതിലൊക്കെ കൃത്യമായൊരു രൂപരേഖ ഇന്ന് ദേവസ്വം വിജിലൻസ് തയ്യാറാക്കുമെന്നതാണ് ഷഫീദ് റാവുത്തർ നൽകിയ വിവരം. ഒപ്പം മനീഷ് മഹിപാൽ കൂടി വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.